ഒരു ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ജോയ്സ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇത് ഒരു ജോയ്സ്റ്റിക്ക് തന്നെയാണ്. ജോയ്സ്റ്റിക് വേർഷൻ 1.a. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡയറക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്കും കാണാം. അതേപോലെ തന്നെ 4 പ്രസ് ചെയ്യാനുള്ള ബട്ടൺസും കാണാം. അപ്പോൾ ജോയ്സ്റ്റിക് വേർഷൻ 1.a നമ്മൾ പണ്ട് സൂപ്പർ മാരിയോ കളിച്ചിരുന്ന കാലത്തും അതേപോലെ തന്നെ നമ്മൾ മറ്റേ ഗെയിമുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഫൈറ്റിംഗ് ഒക്കെ കളിച്ച കാലത്ത് നമ്മളിത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കളിക്കായിരുന്നു. അപ്പോൾ ആ ആവശ്യമുള്ള കളികൾ ഇപ്പം അല്ല, ഇപ്പോൾ വെറൈറ്റി വളരെ ബ്രാൻഡഡ് കളികളാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ജോയ്സ്റ്റിക്ക്. ഈ ഏരിയയിൽ നമ്മൾ ഈ ആക്ഷൻസ് അനുസരിച്ചാണ് ഇത്. പ്രസ് ഓൺ ബട്ടൺസ് ആണ് ഇതിൽ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ ഇത് എന്താണ് ആവശ്യം? ആർഡിനോ ബോർഡുകളുടെ ഇൻപുട്ട് ക്യാപ്പബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള ജോയ്സ്റ്റിക്കുകൾ. അത് ഗെയിമിനായാലും ശരി, അതല്ല ടാസ്കിനായാലും ശരി. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വൈഫൈ മൊഡ്യൂൾ ഇൻ്റർഫേസ്, അതായത് 24L01 പോലെയുള്ള വയർലെസ് ട്രാൻസ്സീവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കോംപ്ലക്സ് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വയർലെസ്ലി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അത്തരം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷന് നമുക്ക് ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഈ ജോയ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് പ്ലേ ചെയ്യാന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വർക്ക് ചെയ്യുമ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. പഴയ ഓർമ്മയിലേക്ക് തന്നെ എപ്പോഴും പോയി പോകുന്നു. നല്ല കളർഫുൾ ബട്ടൺസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജോയ്സ്റ്റിക്കാണ് കാണുന്നത്. 3.3 to 5 volt ആണ് ശരിക്കും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വരുന്നത്. പിന്നെ ഇതിന് മുകളിൽ ഇപ്പം ഈ ഏരിയയിലായിട്ട് നിങ്ങൾക്ക് നമ്മളെ ആർഡിനോ കണക്ഷൻസ് ഈ ഏരിയയിലായിട്ടാണ് കാണുന്നത്. പിന്നെ ബാക്കി ഈ ഭാഗത്ത് മൊത്തം നമുക്ക് ഇത് നോക്കിയ 5110 ഡിസ്പ്ലേ മൊഡ്യൂളല്ലോ, നോക്കിയ 5110 LCD ഡിസ്പ്ലേ മൊഡ്യൂളിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാവുന്ന ഡയറക്റ്റ്. അത് ഈ കാലത്ത് ആരും ചെയ്യുന്നില്ല, വളരെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ബാക്കി വന്ന ഒരു ഡിവൈസ് അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങളെ കാണിച്ചു എന്നുള്ളൂ. നമുക്കിപ്പോൾ കാലത്തും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആവശ്യം. ഒരു കൺട്രോളർ ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ വല്ലാതെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഈ കാലത്ത്. പക്ഷേ ഗെയിം ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു റോബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റോബോട്ടിന് ഇപ്പോൾ ഒരു ഫ്രണ്ടിലേക്ക് പോകും, ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇതിൻ്റെ കൺട്രോൾ ഉപയോഗിക്കാം. നമുക്ക് മറ്റെന്തെങ്കിലും ജമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഹിറ്റ് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ അത് ബട്ടൺസിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആവശ്യം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വേണം. ഇത് ജസ്റ്റ് കൺട്രോളർ സ്വിച്ചിങ് മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്കി ഇൻ്റർഫേസുകൾ വന്നാൽ മാത്രമേ അതിൻ്റെ ഫുൾ ഫംഗ്ഷൻ ആവുള്ളൂ. നോക്കിയ വഴിയുള്ള ഫംഗ്ഷൻസ് ഇനി എന്തായാലും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യാനും സാധ്യതയില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് ബോർഡുകൾ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയത് ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്.